മതേതര കേരളത്തിന്റെ കൂട്ടായ പ്രതിഷേധത്തിനും ചെറുത്തുനിൽപ്പിനും പുല്ലുവില. ചോദ്യം ചോദിച്ചതിന് റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദി ചാപ്പകുത്തി മണിക്കൂറുകൾക്കകം ഇന്ന് വീണ്ടും പൊതുവേദിയിലെത്തിയ വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു. തീവ്രമായി സംസാരിക്കുന്നവരാണ് തീവ്രവാദിയെന്നാണ് വിചിത്രവാദം. മതതീവ്രവാദിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത് പറയാതെ പോയത് അബദ്ധമെന്ന് തോന്നുന്നുവെന്നും പരിഹാസം. ഒരു ചാനൽ വിചാരിച്ചാൽ തന്നെ ഒരു ചുക്കും ചെയ്യാനാകില്ലെന്ന് റിപ്പോർട്ടർ ടിവിയോട് വെല്ലുവിളിയും. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെയെന്നും ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കിയതിലൂടെ തിരുത്താൻ താൻ തയ്യാറല്ലെന്ന അഹന്തയാണെന്ന് വ്യക്തം. മതതീവ്രവാദിയെന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അബദ്ധം. എനിക്കൊന്നും അയാൾ അതായിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ കൂടെ ഇരിക്കുന്നതിന് തലേ തപ്പിപ്പോയത്. വേദിയിലുണ്ടായിരുന്ന MLA H. സലാം വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറാകാത്തത് CPIM വെള്ളാപ്പള്ളിക്ക് സംരക്ഷണ കവചമൊരുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി BJPയും ഇന്ന് രംഗത്തെത്തി. മാധ്യമപ്രവർത്തകരായതുകൊണ്ട് ആർക്കും തീവ്രവാദികളാകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വെള്ളാപ്പള്ളിക്കെതിരെ കർശന നിലപാട് തുടരുകയാണ് കോൺഗ്രസ്. ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിലാണ് താനിരിക്കുന്നതെന്ന ബോധ്യം വെള്ളാപ്പള്ളിക്ക് വേണമെന്ന് K. മുരളീധരൻ ഓർമ്മിപ്പിച്ചു. വെള്ളാപ്പള്ളിക്ക് ആരും മൂക്കുകയർ ഇടരുതെന്നും മുഖ്യമന്ത്രി സംരക്ഷണം തുടരണമെന്നും VD സതീശന്റെ പരിഹാസം. എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവും. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ നോക്കണം. എൻ്റെ ആഗ്രഹം ഒരാൾ മൂക്കുകയർ ഇടരുതെന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ ഇതുപോലെ തന്നെ പിണറായി വിജയൻ സംരക്ഷിക്കുകയും വേണം. നല്ല ആൾ തെരഞ്ഞെടുപ്പല്ലേ, ഒരു ദിവസം പോലും മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരാൾ മൂക്കുകയറിടാൻ പോലും. വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവിന് ആര് കടിഞ്ഞാണിടും?